സോ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു പ്ലാനുമായിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഏകദേശം ടൈം 6:25 ടൈം. ഞാനാണെങ്കിൽ ഇവിടെ ബോറടിച്ച് ചത്തോണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട്. ബിക്കോസ് ഞാനാണെങ്കിൽ ഒരു റൂമിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്റ്റക്കാണ്. പുറത്തൊക്കെ പോവാം, ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണമെന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കിങ്ങനെ റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ബോറടിച്ച് ഒരുമാതിരി ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ദ റീസൺ ഈസ്, ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി മണ്ഡലകാലത്തിലേക്ക് പോവുകയാണ്, വ്രതമാണ്. ഇറ്റ് മീൻസ് എന്താണ്, എൻ്റെ അച്ഛൻ സ്വാമിയാണ്, അച്ഛൻ ഗുരുസ്വാമിയാണ്. സോ നമ്മൾ 41 ദിവസം വ്രതമായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ സ്വാമിയായ കറക്റ്റ് ഡേ ആണ് ഞാൻ ഓൺ പീരീഡ്സ് ആയത്. സോ പണ്ട് മുതലേ ഉള്ളൊരു ചടങ്ങ് വെച്ചിട്ട് ഞാൻ വീട്ടിൻ്റെ പുറത്താണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിൽ സ്റ്റക്കാണ്. ചടങ്ങ് ഐ വിൽ റെസ്പെക്ട്, ബിക്കോസ് അത് അവരുടെ ഓരോരുടെ വിശ്വാസമാണ്. എനിക്ക് ആ വിശ്വാസം ഇല്ല, എനിക്കങ്ങനെ ഒരു ഇതില്ല. പക്ഷേ അതെൻ്റെ വീട്ടുകാരുടെ വിശ്വാസമാണ് ആൻഡ് അവരുടെ വിശ്വാസത്തെ ഐ റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ ഞാൻ അവരുടെ നിന്ന് മാറി ഞാൻ നിൽക്കണു. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ബോറിങ്. ആൻഡ് ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ എല്ലാ സ്ഥലങ്ങളിൽ കൂടെ ടി വി കാണാനാണെങ്കിൽ, ഈ സീരിയലൊക്കെ ആണെങ്കിൽ, സീരിയൽ ടൈമിലാണെങ്കിൽ ഫുൾ ടൈം സീരിയലിൻ്റെ മുന്നേ അച്ഛമ്മയോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് സീരിയൽ കാണുന്നു. അടുക്കളയിൽ ഇങ്ങനെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഞാനിപ്പോൾ ഒരു റൂമിൽ സ്റ്റക്കായപ്പോൾ എനിക്ക് എന്തോന്നില്ലാത്ത എനിക്കൊരുമാതിരി എന്തോ മറ്റവസ്ഥയാണ്. ഞാൻ 2-3 ദിവസം കുറച്ച് മൂവീസൊക്കെ കണ്ട് ക്ലാസ്സിനൊക്കെ പോയി കടന്നുപോയി, പക്ഷെ ഒന്നും പറ്റണില്ല. സോ ഐ തിങ്ക് ഐ വിൽ ഡു എ വീഡിയോ സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് എൻ്റർടൈൻ. ആൻഡ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് ഓർത്തത്, എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുഞ്ഞു കാര്യം നടന്നാൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ 2 കുഞ്ഞു കാര്യങ്ങൾ നടന്നു. സോ ഞാൻ ഓർത്തു എന്നാൽ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന്. ആൻഡ് അതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഏകദേശം എല്ലാ ടൈമും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ സാഡ് ആവണ്ടിക്കൽ എന്നെ ഒരാൾക്ക് വിഷമിക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും ഞാൻ സ്നേഹിച്ച ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ 2-3 മാസമായിട്ട് കടന്നുപോയി. അത് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയായിരുന്നു, ഞാൻ ഭയങ്കര അപ്സെറ്റായിരുന്നു, ഞാൻ ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി വീഡിയോസൊന്നും ഇടാൻ പറ്റാത്ത. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര്, ആൾക്കാരൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും എന്താ വീഡിയോ ഇടാത്ത, വീഡിയോ ഇടുക അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ പയ്യെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് ആൻഡ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. സോ എൻ്റെ ഹാപ്പി ആക്കിയ ഫസ്റ്റ് കാര്യം, എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെക്കണമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ജസ്റ്റ് എനിക്ക് അലമാരി ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കുഞ്ഞു പെട്ടികളിൽ കവറിലൊക്കെ ആയിരുന്നു ഞാൻ ഡ്രസ്സ് മടക്കി വെച്ചിരുന്നത്. ആ വീഡിയോ എൻ്റെ അമ്മമ്മ കണ്ടിട്ട് എനിക്ക് ഒരു അലമാരി മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് തന്നിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ ലൈഫിൽ അത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എൻ്റെ ലൈഫിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. സോ അത് ഞാൻ അൽമാരി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ, ഞാൻ അത് കാണിച്ചു തരാം. ഇതായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോ. ഇതിലെ ഡ്രസ്സസൊക്കെ വലിച്ചു വാരി ഇട്ടുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു പെട്ടിയിലും കവറിലൊക്കെ ആയിട്ട് ഒരു ബെഡിൻ്റെ പൊക്കത്താർന്ന് കയറ്റി വെച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എൻ്റെ റൂമിൽ വേറെ ഒന്നുമില്ല, ഈ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ അലമ്പായിട്ട് കിടക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഓർത്ത് വീഡിയോയ്ക്ക് വേണ്ടി വൃത്തിയാക്കൊന്നും വേണ്ട, എല്ലാം റോ ആയിട്ടിരിക്കട്ടെ. ബിക്കോസ് ഞാൻ കുറച്ച് മുന്നേ വരെ ഇവിടെ ലാപ്പിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബാഗൊക്കെ ഉണ്ട്, ഇങ്ങനെ അലമ്പ് സാധനങ്ങൾ. വേറെ എൻ്റെ റൂമിലുള്ള സാധനമാണ് ഞാൻ ഈ ചെയ്തേക്കണ പോളറോയിഡ്സ്. വേറെ എൻ്റെ റൂം ഫുള്ള് വേക്കൻ്റ് ആയിരുന്നു. ഇപ്പോഴാണ് എൻ്റെ അമ്മമ്മ ഈ മേടിച്ച് തന്ന ഈ അലമാരി ഉള്ളത്. ഇത് ഇതാണ് ഞാൻ ഡ്രോ ആയിട്ട് എൻ്റെ വീട്ടിലുള്ള കോലമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ബിക്കോസ് ഒരു കുഞ്ഞു സാധനമാണെങ്കിൽ ആഗ്രഹിച്ച് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ എനിക്ക് ഉള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ കാര്യമായിട്ട് വലിയ കളക്ഷൻസ് ഓഫ് ഡ്രസ്സൊന്നുമില്ല, കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. സോ എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒതുക്കി അടക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ താഴെയുള്ള ഡ്രോയറിൽ അത്യാവശ്യം എൻ്റെ മേക്കപ്പ് ഐറ്റംസ്, കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ്, അങ്ങനെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ ഡ്രോയറിൽ അങ്ങനെ തന്നെ കുറച്ച് എൻ്റെ ബുക്ക്, ജേണൽസ്, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒന്നും ഒരു സാധനവും ഇല്ല. സോ ഇത് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് എൻ്റെ സ്നേഹനിധിയായ എൻ്റെ അനിയൻ താഴെയുള്ള എൻ്റെ പാർട്ടി വിയർ ഡ്രസ്സസൊക്കെ എല്ലാം ഇവിടെ വലിച്ചു വാരി കൊണ്ടുപോയിട്ടിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഡ്രസ്സൊന്നും ഇനി താഴെ എവിടെയും കാണാൻ പാടില്ല എന്ന് പറഞ്ഞത് അവനെല്ലാം കഷ്ടപ്പെട്ട് വലിച്ചിവിടെ എറിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതും കൂടെ എനിക്ക് ഇതിൻ്റെ താഴത്തൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും. താഴേന്ന് അനിയൻ ഇവിടെ കൊണ്ടേ തട്ടിയേക്കുന്ന ഡ്രസ്സസിൽ പലതും യൂസ് ചെയ്യാത്ത ഡ്രസ്സസാണ്, പലതും പഴയ കുഞ്ഞതായിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട്. ഞാൻ വലുതാകുമ്പോൾ ഇടാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ചിലതിനോടൊക്കെ ഭയങ്കര ഇഷ്ടം കാരണം അങ്ങനെ ഒന്നും കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഈ പാവാടയൊക്കെ ഞാൻ കുഞ്ഞിൽ ഒരു 6-7 ഇട്ട ഒരു പാവാടയായിരുന്നു. പക്ഷെ അതിൻ്റെ ആ ഒരു ഡിസൈന്, ആ ഒരു കല്ലൊക്കെ ഇപ്പോഴും അതേപോലെ ഷൈൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് അമ്മ ഇങ്ങനെ എന്നേലും അതിന് ഒരു ബ്ലൗസൊക്കെ അടിച്ചിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ അമ്മ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. പണ്ടേ നമ്മൾ അമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ, ഡ്രസ്സൊക്കെ എത്ര പഴയതായാലും എത്ര കുഞ്ഞതായാലും ചില ഡ്രസ്സസ് ഒന്നും അങ്ങനെ ചാടാതെ വെക്കും. എൻ്റെ അമ്മ ഒരു പഴയൊരു ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ട് തന്നെ ആ ഒരു അമ്മ ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് സ്റ്റിച്ച് ചെയ്തായിരുന്നു. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഗൗണാണത്. ഇത് ഞാനൊരു 7ാം ക്ലാസ്സിൽ ഇട്ടേക്കണ ഒരു ടോപ്പ്. ഈ ഒരു ടോപ്പ് എനിക്ക് ഇടേണ്ട രീതിയിൽ മെലിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നിങ്ങൾക്കറിയുമോയെന്നറിയില്ല, ഞാനൊരു ചെറിയൊരു സ്വിമ്മറായിരുന്നു. അപ്പം അതിൻ്റെ സ്വിമ്മിങ് സൂട്ടാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് സമയം എടുത്ത് നിലത്തുള്ള സാധനങ്ങളെല്ലാം ഞാൻ കബോർഡിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ പാൻറ്റിൻ്റെ സെക്ഷൻ, പിന്നെ ഇതെൻ്റെ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സസ്, അങ്ങനെ. പിന്നെ ഇത് ഇപ്പുറത്തെ കബോർഡിൽ ഇത് എൻ്റെ ലോങ് ടോപ്സ് ഒക്കെയാണ്. ഇതൊക്കെ എൻ്റെ ഷോർട്ട് ടോപ്സ്, ഇതൊക്കെ എൻ്റെ ജിം വെയേഴ്സ്. പിന്നെ ഇതെൻ്റെ ലാപ്പ്, കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്തെ ഷെൽഫിൽ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മേക്കപ്പ് സ്കിൻ കേസ് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഞാൻ ഓൾറെഡി കാണിച്ച എൻ്റെ ജേണൽസ് ഈ ഷെൽഫിലാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ യൂസ് ചെയ്യാൻ പറ്റാത്ത, അതായത് കുഞ്ഞായിപ്പോയ ഡ്രസ്സ് കുഞ്ഞായി എന്ന് നമ്മൾ പറയുമെങ്കിൽ നമ്മൾ വലുതായപ്പോൾ ഇടാൻ പറ്റാത്ത ഡ്രസ്സ് ഒരു സ്റ്റേജിൽ ഞാൻ പെട്ടെന്ന് വണ്ണം വെക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ഡ്രസ്സസ് മേടിച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് എനിക്ക് ചാടാൻ തോന്നണില്ല. സോ അത് ഞാനിവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഷെൽഫിൽ വരുവാണെങ്കിൽ ഇതൊക്കെ എൻ്റെ എനിക്ക് വളരെ കുറച്ച് പാർട്ടി വിയേഴ്സേ ഉള്ളൂ. അതൊക്കെ ഇവിടെ പാർട്ടി വിയേഴ്സ്, എനിക്ക് പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള പാർട്ടി വിയേഴ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ കബോർഡിൻ്റെ വിശേഷങ്ങൾ. ആൻഡ് ഐ ആം വെരി ഹാപ്പി. പിന്നെ എൻ്റെ റൂമിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇത് ഈ സ്റ്റാൻഡ്. കൊള്ളാല്ലേ, കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട്. ആക്ച്വലി ഈ 2 സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗരറ്റ് ഹോൾഡറാണ്. ഈ കടയിലൊക്കെ സിഗരറ്റൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കണേ. സോ അമ്മമ്മയുടെ കടയിൽ കണ്ടപ്പോൾ ഞാൻ അതെടുത്തു. ഇത് ആക്ച്വലി ഈ ജനലിലാണ് ഞാൻ ഹാങ് ചെയ്ത് വെച്ചേക്കണേ. പക്ഷെ എനിക്ക് ഈ വാളിൽ ഹാങ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ ആണിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഹാങ് ചെയ്ത് വെച്ച്. എനിക്ക് ഈയിടെയായിട്ട് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പറ്റാവുന്ന പ്ലാന്റ്സ് ഒക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു കുഞ്ഞ് താജ്മഹൽ ഉണ്ട്. ആൻഡ് ഇവിടെ എൻ്റെ സ്മൈലി ഉണ്ട്. അങ്ങനെ ഈ റൂമിൽ ഇങ്ങനെ പ്ലാന്റ്സ് വെക്കണം നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണെന്നും കൂടെ അറിയില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പ്ലാന്റ്സ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ രാവിലെ തന്നെ നമുക്ക് ഇവിടെ കിടന്ന് നമ്മളിവിടെ നോക്കണ സമയത്ത് കുറച്ചൊരു പോസിറ്റീവ് ഒരു വൈബ് കിട്ടണം. അതുകൊണ്ട് സെറ്റ് ചെയ്താണ്, കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 2 സന്തോഷം തരുന്ന കാരണങ്ങളുണ്ട് എന്ന്. ആൻഡ് ഒന്നാമത്തെ തിങ് നിങ്ങൾ കണ്ടല്ലോ. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഇത്ര കഴിവുള്ള ഒരു കൊച്ചാണ്, ഞാൻ വലിയ കലാകാരി ആരൊക്കെ ആവേണ്ട ഒരു കൊച്ചാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഗൈസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈയിടെയായിട്ട് പടം വരയ്ക്കാൻ തുടങ്ങി. അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആക്കണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് 5ാം ക്ലാസ്സിൽ എന്തോ ഒരു പൈനാപ്പിൾ വരച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അമ്മയുടെ കാല് പിടിച്ച് ഒരു പൈനാപ്പിൾ വരച്ച ആ ഒരു ഓർമ്മ ഇപ്പോഴും എനിക്ക് മനസ്സിലുണ്ട്. അതിനുശേഷം ഞാൻ അങ്ങനെ കാര്യമായിട്ട് പടം വരച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്കങ്ങനെ പടം വരക്കാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ അങ്ങനെ പെൻസിലെടുത്ത് കുത്തിക്കുറിക്കാറൊന്നുമില്ല. പക്ഷേ ഈയിടെയായിട്ട് ഭയങ്കര ഇത് വിഷമിച്ചിരിക്കുന്ന ഒരു ടൈമിൽ തലശ്ശേരി കൂടെ ഇങ്ങനെ വെറുതെ ടൗണിൽ കയറി നടക്കണ സമയത്താണ് ഞാനിങ്ങനെ ബുക്ക് സ്റ്റാൾ കാണുന്നത്. വെറുതെ കയറിയിട്ട് അവിടെയുള്ള ഇങ്ങനെ സ്കെച്ച് പെന്ന്, കളർ പെൻസിൽ, അത് ഇത് പേപ്പർ, ഇതെല്ലാം മേടിച്ച് ഒരു കൗതുകത്തിൽ മേടിച്ച് വന്നിവിടെ
വരക്കാനിരുന്നപ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെയോ വരക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. നിങ്ങൾ എൻ്റെ കല കാണണം, ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെയാണ് ഭയങ്കര കൗതുകത്തോടെ കുഞ്ഞി കുട്ടികളെ പോലെ പോയിട്ട് കളറ്, സ്കെച്ച് പെന്ന്, ക്രയോൺസ്, കളർ പേപ്പേഴ്സ്, പിന്നെ എന്തൊക്കെയൊക്കെയോ മാർക്കേഴ്സ് അത് ഇതൊക്കെ മേടിച്ചു. ആൻഡ് എന്നെ എക്സൈറ്റിംഗ് ആക്കിക്കുന്ന തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരച്ച പടങ്ങളാണ്. ഞാൻ വലിയ കലാകാരിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വലുതാണ്. ഞാൻ കാണിച്ചുതരാം ഗൈസ്, നോക്കൂ ഗൈസ്. ഇത് ഞാൻ വരച്ചതാണ് ആൻഡ് ഞാൻ പെയിൻറ് ചെയ്തേക്കണ സാധനമാണ്. എന്നെ സംബന്ധിച്ച് ഇത് എന്തൊക്കെയോ വലിയ കാര്യങ്ങളാണ്. ഇതിൽ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കണ സമയത്ത് എന്തൊക്കെയൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും ദൂരെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ആൻഡ് നല്ല ഭംഗിയില്ലേ, ക്യൂട്ടായിട്ടില്ലേ? ക്യൂട്ടാണെന്ന് തോന്നണം, ക്യൂട്ടാണ്. ആൻഡ് ദ സെക്കൻഡ് ഇതാണ് ഞാൻ വരച്ചത്. ഇതാരാ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് റെഫറൻസ് എടുത്ത് വരച്ചതാണ്. ആൻഡ് ഇതൊക്കെ ഞാൻ വലിയ കലാകാരിയായ ഒരു ഫീലാണ് ഞാൻ തരുന്നത് ഇതൊക്കെ വരച്ച് കാണുമ്പം. ആൻഡ് ഈ ഒരു ഫ്ലവറാണ് ഞാൻ ഫസ്റ്റ് വരച്ച് സ്റ്റാർട്ട് ചെയ്തേക്കണത്. പിന്നെ ഇങ്ങനത്തെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയി ഞാനൊരു കലാകാരിയായ ഫീല്. നിങ്ങൾ പറ, ഈ പിക്ചേഴ്സ് കൊള്ളാവോ ഇല്ലയോ എന്ന് സത്യസന്ധമായിട്ട് പറയണം, കൊള്ളാവോ ഇല്ലയോ എന്ന്. കാരണം ഒരു ഡ്രോയിങ് പണ്ട് ഒരു ദിവസത്തെ ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ട് ഒരു തെങ്ങ് മാത്രം വരച്ച ഞാൻ ഇതൊക്കെ വരച്ചത് എനിക്ക് എന്തൊക്കെയൊക്കെയോ ഫീൽ ചെയ്യുന്നു. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ടൈമാണ്. ആൻഡ് ഇതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ 2 ദിവസമേ ഉള്ളൂ വരയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇതൊരു ദിവസം വരച്ചു, ഇതൊരു ദിവസം വരച്ചു, ഇത് വേറെ ദിവസം വരച്ചു, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം വരച്ചു. ആൻഡ് ഇതിലാണ് ഞാൻ ഇപ്പം എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. ബിക്കോസ് എനിക്ക് താഴെ ഇറങ്ങാൻ പറ്റാത്ത ഞാൻ ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഈ വരച്ച് ആൾക്കാരൊക്കെ നോക്കി, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹാപ്പിനെസ്. ഇന്നെന്ത് പടം വരയ്ക്കണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണെങ്കിൽ വിശപ്പ് വന്നപ്പോൾ താഴെ ഒളിഞ്ഞു നോക്കുമ്പോഴാണെങ്കിൽ അമ്മ അത് കൂടെ കറക്റ്റ് ടൈം പോകുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡ് എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ ഫുഡിനായിട്ട് അമ്മ എനിക്കിനെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഫുഡ് ദോശ, ചമ്മന്തി, അതെന്താ വെള്ളക്കറി, ഇഷ്ടിക്കറി, ഇതൊക്കെ കാണുമ്പോൾ മിസ് ചെയ്യുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിൽ വയറൊക്കെ ഒന്ന് സെറ്റായി. ഇനിയൊരു മൂവി കണ്ടു കഴിഞ്ഞാൽ കൂടെ സെറ്റാവും. സോ നമുക്ക് ഏതെങ്കിലും ഒരു മൂവി ജസ്റ്റ് കാണാം. സോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.